ഹലോ എവ്രി വൺ. നിങ്ങൾ ഡേറ്റ സയൻസ്, ഡേറ്റ അനലറ്റിക്സ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ പലപ്പോഴും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഇതെല്ലാം സെയിം തന്നെയാണോ എന്നുള്ളത്, അതോ വ്യത്യാസമുള്ളതാണോ എന്നൊക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഡേറ്റ അനാലിറ്റിക്സ്. സോ ഡേറ്റ അനാലിറ്റിക്സ് എന്താണെന്നുള്ളത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഡേറ്റ അനാലിറ്റിക്സ് അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡേറ്റയെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മുൻപ് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു റെസ്റ്റോറന്റിലെ ഡേറ്റ അനലിസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുക? അയാള് കഴിഞ്ഞ മാസത്തെ സെയിൽസിന്റെ കണക്കെടുക്കും. പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഐറ്റം ഏതാണ്, ഏറ്റവും കുറവ് വിറ്റുപോയത് ഏതാണ്, ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായത്, ഉച്ച സമയത്താണോ അതോ രാത്രി സമയത്താണോ കൂടുതൽ സെയിൽസ് വന്നത്. സോ ഇവിടെ കഴിഞ്ഞു പോയ ഡേറ്റ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡേറ്റ അനലിസ്റ്റ് ചെയ്യുന്നത്. സോ കമ്പനികൾക്ക് അവരുടെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഡേറ്റ അനലിറ്റിക്സ്. ദാറ്റ് ഈസ് ഡേറ്റ അനലിറ്റിക്സ് പാസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി ഡേറ്റ സയൻസിന്റെ കേസ്. സോ ഡേറ്റ സയൻസ് ഒരു വലിയ ഏരിയ ആണ്. അപ്പൊ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണ്. സോ ഡേറ്റ സയൻസ് പാസ്റ്റിനെ കുറിച്ച് പഠിക്കുക മാത്രമല്ല, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കാം, നമ്മൾ എന്ത് ചെയ്താൽ ബിസിനസ് മെച്ചപ്പെടും തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഡേറ്റ സയന്റിസ്റ്റ് ആണ് ഉത്തരം തേടുന്നത്. സോ നമ്മുടെ റെസ്റ്റോറന്റ് എക്സാമ്പിൾ ഇല്ലേ, അപ്പം ആ ഒരു റെസ്റ്റോറന്റ് എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ നോക്കാം. സോ ഇവിടെ ഡേറ്റ സയന്റിസ്റ്റ് ഡേറ്റ അനലിറ്റിക്സിന്റെ റിപ്പോർട്ട് എടുത്ത് അവിടെ കൂടുതൽ സെയിൽ ആയി പോയ ഐറ്റം ഏതാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. സേ ഇപ്പോൾ ബിരിയാണിയാണ് കൂടുതൽ വിറ്റ് പോയെന്ന് വിചാരിക്കും. അപ്പം ഇതിനെ ബേസ് ചെയ്ത ഡേറ്റ സയന്റിസ്റ്റ് പുതിയ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, മഴയുള്ള ദിവസങ്ങളിൽ ബിരിയാണി വിൽപ്പന കൂടും. അപ്പൊ ഈ കേസിൽ വെതർ ഡേറ്റ ആൻഡ് സെയിൽസ് ഡേറ്റയൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബിരിയാണിയുടെ കൂടെ ഒരു പുഡിംഗ് കോംബോ ഓഫർ ആയിട്ട് കൊടുത്താല് വിൽപ്പന 20% കൂടുമെന്നുള്ളത്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, പുതിയൊരു ചിക്കൻ മന്തി നമ്മൾ മെനുവില് ചേർത്താണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബിരിയാണിയുടെ വിൽപ്പനയെ ബാധിക്കും. സോ ഇവിടെ വെറുതെ റിപ്പോർട്ട് മാത്രം നോക്കിയല്ല, മറിച്ച് പലതരം ഡേറ്റകൾ ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോഗ്രാമിംഗ് വെച്ച് ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുകയാണ്. സോ ഡേറ്റ സയൻസ് ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു. ഇനി അടുത്ത ടേം മെഷീൻ ലേണിംഗ്. സോ മെഷീൻ ലേണിംഗ് എന്നത് ഡേറ്റ സയൻസിൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രോങ് ടെക്നിക്കാണ്. ഒരു സിസ്റ്റത്തെ ഡേറ്റയിൽ നിന്ന് സ്വയം പഠിക്കാൻ ട്രെയിൻ ചെയ്യിക്കുന്നതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ നമ്മുടെ റെസ്റ്റോറന്റിന്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് ഒന്നുകൂടെ എടുത്തു നോക്കാം. സോ ഡേറ്റ സയന്റിസ്റ്റ് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ആദ്യം ഉണ്ടാക്കുന്നു. ഈ മോഡലിന് പഴയ സെയിൽസ് ഡേറ്റ ലൈക്ക് നമ്പർ ഓഫ് ഡേയ്സ്, വെതർ, പിന്നെ ഹോളിഡേയ്സ് പോലെയുള്ള വിവരങ്ങളൊക്കെ ആദ്യം കൊടുക്കുന്നു. ഈ ഡേറ്റ വെച്ച് മെഷീൻ പഠിക്കുന്നു. ഇനി അഗൈൻ ആ ഒരു നമ്മുടെ ഇപ്പൊ പറഞ്ഞില്ലേ ആ ഒരു എക്സാമ്പിൾ, അത് ഞാൻ അഗൈൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ, നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ബിരിയാണി തയ്യാറാക്കണം എന്നുള്ളത് ഈ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് മാനേജർക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. സോ നാളെ ഒരു 150 ബിരിയാണികൾക്ക് ഓർഡർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ മാനേജർ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലുള്ള കുക്സിനെ വിളിച്ച് അറിയിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു എന്തെടുക്കാം, അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ സിസ്റ്റം ഡേറ്റയിൽ നിന്ന് സ്വയം പഠിച്ച് പ്രെഡിക്ഷൻസ് നടത്തുക, കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊരു എക്സാമ്പിൾ, നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് മൂവീസ് സജസ്റ്റ് ചെയ്യുന്നതും പിന്നെ ആമസോൺ നിങ്ങൾക്ക് സാധനങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതും മെഷീൻ ലേണിംഗിന്റെ എക്സാമ്പിൾസ് ആണ്. അതായത് മെഷീൻ ലേണിംഗ് എന്നത് ഡേറ്റയിൽ നിന്ന് സ്വയം പഠിച്ച് ഡിസിഷൻസ് എടുക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. സോ നമുക്ക് ഒന്നുകൂടെ വളരെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ ടേംസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ റെസ്റ്റോറന്റിൽ കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് പോലെ, ദാറ്റ് ഈസ് എന്ത് പറ്റി എന്ന് നോക്കുന്നു. ഇനി ഡേറ്റ സയൻസ്, നമ്മളെടുത്ത ആ ഒരു റിപ്പോർട്ട്, ദാറ്റ് ഈസ് ഡേറ്റ അനലിറ്റിക്സിലെടുത്ത ആ ഒരു റിപ്പോർട്ട് വെച്ച് ഇനി ബിസിനസ് കൂട്ടാനായിട്ട് എന്ത് കോംബോ ഓഫർ കൊടുക്കണം എന്നൊക്കെ റിസർച്ച് നടത്തി തീരുമാനിക്കുന്നത് പോലെ, ദാറ്റ് ഈസ് ഫ്യൂച്ചറിലേക്ക് നോക്കുന്നു. ഇനി മെഷീൻ ലേണിംഗ്, നാളെ എത്ര ബിരിയാണി ഉണ്ടാക്കണമെന്ന് തന്നെ മനസ്സിലാക്കി പറയുന്ന ഒരു സ്മാർട്ട് സിസ്റ്റമാണ് നമ്മുടെ മെഷീൻ ലേണിംഗ്. ദാറ്റ് ഈസ് കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വലിയൊരു സർക്കിൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ആ സർക്കിൾ ആണ് നമ്മുടെ ഡേറ്റ സയൻസ്. അതിന്റെ ഉള്ളിലെ ഒരു ഭാഗമാണ് ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ആ
ഡേറ്റ സയൻസിൽ ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് മെഷീൻ ലേണിംഗ്. അപ്പോൾ ഈ മൂന്നും പരസ്പരം കണക്റ്റഡ് ആണ്. ഒന്ന് മറ്റൊന്നിന് മുകളിലും അല്ല താഴെയോ അല്ല, മറിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.